നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. വ്രതവിശുദ്ധിയുടെ നിറവിൽ ഇന്ന് ചെറിയ പെരുന്നാൾ. ആത്മീയതയുടെയും വിശുദ്ധിയുടെയും നോമ്പുകാലത്തിന് പരിസമാപ്തി കുറിച്ച് നവീകരിക്കപ്പെട്ട മനസ്സും ശരീരവുമായി വിശ്വാസികൾ പെരുന്നാളിനെ വരവേറ്റു. ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. മയക്കുമരുന്നിനെതിരെ പെരുന്നാൾ ദിനത്തിൽ മനുഷ്യച്ചങ്ങല തീർത്ത കൂട്ടായ്മ. കാക്കാതിരുത്തി, ചളിങ്ങാട്, ചന്ദ്രാപിന്നി, ചിറക്കൽ പള്ളി എന്നിവിടങ്ങളിലാണ് ഈദ് നമസ്കാരത്തിന് ശേഷം മനുഷ്യച്ചങ്ങല തീർത്തത്. മാലിന്യവിമുക്ത നഗരസഭാ പ്രഖ്യാപനം നടക്കുമ്പോൾ സമീപത്ത് മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നു. കൊടുങ്ങല്ലൂരിൽ കോട്ടപ്പുറം മാർക്കറ്റ് റോഡിലാണ് മാലിന്യ കൂമ്പാരം. വാർത്തകൾ വിശദമായി. വ്രതവിശുദ്ധിയുടെ നിറവിൽ ഇന്ന് ചെറിയ പെരുന്നാൾ. മതസൗഹാർദ്ദവും സാഹോദര്യവും ഉയർത്തിപ്പിടിക്കുന്ന സമൂഹ നോമ്പുതുറകളും ഇഫ്താർ മീറ്റുകളും ഈ പ്രാവശ്യവും സജീവമായി തന്നെ നടന്നിരുന്നു. ആത്മീയതയുടെയും വിശുദ്ധിയുടെയും നോമ്പുകാലത്തിന് പരിസമാപ്തി കുറിച്ച് നവീകരിക്കപ്പെട്ട മനസ്സും ശരീരവുമായാണ് വിശ്വാസികൾ പെരുന്നാളിനെ വരവേറ്റത്. ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. നമസ്കാരത്തിന് പണ്ഡിതന്മാരും ഇമാമുമാരും നേതൃത്വം നൽകി. പുതുവസ്ത്രമണിഞ്ഞ് പരസ്പരം ആശ്ലേഷിച്ച് വിശ്വാസികൾ സന്തോഷം പങ്കുവച്ചു. മാള മഹലിൽ ഈദ് ദിനാഘോഷ ചടങ്ങുകൾ നടന്നു. നിരവധി വിശ്വാസികൾ നമസ്കാരത്തിൽ പങ്കെടുത്തു. പ്രാർത്ഥനയിലൂടെ ലഹരി കണ്ടെത്തണമെന്നും അതാവണം ലഹരിയെന്നും ഇമാം സുബൈർ മനാനി പറഞ്ഞു. എന്റെ നോമ്പ് അവസാനിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും അല്ലാഹു എന്ന പരാശക്തിയെ ലഹരിയായി കണ്ടതിന്റെ പേരിലാണ്. എല്ലാവരും നമസ്കാരം നിർവഹിക്കുന്നവരാണ്. ഞാൻ നമസ്കാരം നിർവഹിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ് എന്നാണ് കരുതാറുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ റമദാനിന് മുമ്പ് നമുക്ക് പലതും ലഹരിയായിരുന്നു. റമദാനിന് മുമ്പ് നമുക്ക് പലതും ഹരമായിരുന്നു. പക്ഷേ വിശുദ്ധമായ റമദാൻ കടന്നതോടുകൂടെ റമദാൻ അവസാനിക്കുന്നതിന് മുമ്പ് അല്ലാഹു എന്ന പരാശക്തി ലഹരിയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഭൂമിയിലോകത്തെ ഏറ്റവും വലിയ ലഹരി അല്ലാഹു എന്ന ലഹരിയാണ് എന്ന് ബോധ്യപ്പെടുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായി. കുലൈഡം നിബ്രാസുൽ ഇസ്ലാം ജുമാ മസ്ജിദിൽ ചെറിയ പെരുന്നാൾ സമുചിതമായി ആഘോഷിച്ചു. നൂറുകണക്കിന് വിശ്വാസികൾ രാവിലെ മുതൽ പള്ളിയിലേക്കെത്തി. തക്ബീർ മുഴക്കിയും ഖുർആൻ പാരായണം നടത്തിയും പള്ളിയും പരിസരവും ഭക്തി മുഖരിതമായി. മഹൽ ഇമാം സക്രിയ സുഹരിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. അസിസ്റ്റന്റ് ഇമാം സാറാജുദ്ദീൻ സുബൈർ ഗൂഡല്ലൂർ, മഹല്ല് പ്രസിഡന്റ് UA നൌഷാദ് എന്നിവർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. നാടിനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി മയക്കുമരുന്ന് വിപത്തിനെ നേരിടാൻ ആത്മീയതയിലുള്ള അചഞ്ചല വിശ്വാസം മാത്രമാണ് പരിഹാരമെന്നും എല്ലാ കുടുംബങ്ങളും വിശ്വാസത്തെ മുറുകെ പിടിച്ച് ലഹരിയെ പ്രതിരോധിക്കണമെന്നും ഇമാം സക്കറിയ സുഹ്രി പെരുന്നാൾ സന്ദേശത്തിൽ അറിയിച്ചു. മീഡിയ ടൈം, മാള. മയക്കുമരുന്നിനെതിരെ പെരുന്നാൾ ദിനത്തിൽ മനുഷ്യച്ചങ്ങല തീർത്ത കൂട്ടായ്മ. കാക്കാതിരുത്തി, ചളിങ്ങാട്, ചന്ദ്രാപിന്നി, ചിറക്കൽ പള്ളി എന്നിവിടങ്ങളിലാണ് ഈദ് നമസ്കാരത്തിന് ശേഷം മനുഷ്യച്ചങ്ങല തീർത്ത് പ്രതിജ്ഞ ചൊല്ലിയത്. ചിറക്കൽ ജുമാ മസ്ജിദ് പരിസരത്ത് അസിസ്റ്റന്റ് ഖത്തീബ് യൂനുസ് നൊയിമി, ചളിങ്ങാട് ജുമാ മസ്ജിദ് പരിസരത്ത് ET ടൈസൺ MLA, ചളിങ്ങാട് സെൻട്രൽ നജീബ് XL, കാക്കാതിരുത്തി ബദർ പള്ളിക്ക് മുന്നിൽ മഹല്ല് പ്രസിഡന്റ് PA അബ്ദുള്ള എന്നിവർ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. കയ്പമംഗലം പഞ്ചായത്ത് ജനപ്രതിനിധികളായ ദേവികാദാസൻ, PA ഷാജഹാൻ, PA ഇസ്ഹാഖ്, PH അബ്ദുള്ള, ഷെഫീഖ് സിനാൻ, MS സുജിത്, ജിനൂബ് അബ്ദുറഹ്മാൻ, കയ്പമംഗലം SI വിൻസെന്റ് തുടങ്ങിയവർ പങ്കെടുത്തു. ഭീകര വിപത്തായ ലഹരിയുടെ ഉപയോഗം മനുഷ്യനെ തകർക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലഹരിയുടെ ഉപയോഗം കുടുംബ ബന്ധങ്ങളെയും സമൂഹത്തെയും നശിപ്പിക്കുന്നുവെന്നും ഞാൻ തിരിച്ചറിയുന്നു. ഞാനും എന്റെ കുടുംബവും കൂട്ടുകാരും ലഹരിയുടെ വലയിൽ പെട്ടുപോകില്ല. കൊടുങ്ങല്ലൂരിൽ മാലിന്യ വിമുക്ത നഗരസഭാ പ്രഖ്യാപനം നടക്കുമ്പോൾ സമീപത്ത് മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നു. കോട്ടപ്പുറം മാർക്കറ്റ് റോഡിലാണ് മാലിന്യ കൂമ്പാരം.
പ്ലാസ്റ്റിക്കുകളും ഭക്ഷ്യമാലിന്യങ്ങളും പച്ചക്കറികളും ഉണക്കമീനുമെല്ലാം കുമിഞ്ഞുകൂടി ചീഞ്ഞു നാറി ഇതുവഴിയുള്ള ഗതാഗതവും സഞ്ചാരവും അസഹ്യമാക്കി തീർത്തിരിക്കുന്ന അവസ്ഥയാണ്. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ വാർഡിലാണ് ഈ സംഭവം. മാലിന്യമുക്ത ശുചിത്വ നഗരസഭ പ്രഖ്യാപനം നടത്തിയ കോട്ടപ്പുറം ആംഫി തിയേറ്ററിന്റെ മൂക്കിന് താഴെയാണ് മാലിന്യ കൂമ്പാരം കിടക്കുന്നത്. ജനങ്ങളെ വഞ്ചിക്കുന്ന ഇത്തരം പ്രഖ്യാപനങ്ങൾ അവസാനിപ്പിച്ച് നഗരസഭ ജനങ്ങളോട് നീതി പുലർത്തണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സമ്പൂർണ്ണ മാലിന്യ വിമുക്ത പ്രഖ്യാപനം നടത്തിയ വേദിക്കരികിൽ തന്നെ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് അപഹാസ്യമാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഇതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവും കൗൺസിലറുമായ VM ജോണി ചടങ്ങിൽ നിന്നും വിട്ടുനിന്നതെന്നും നേതാക്കൾ പറഞ്ഞു. ഏതാണ്ട് 50 മീറ്ററോളം ഈ വിരൽ ചൂണ്ടുന്ന അകലത്തിലാണ് ആംഫി തിയേറ്റർ. അവിടെയാണ് ശുചിത്വ പ്രഖ്യാപനം ഇന്ന് കൊടുങ്ങല്ലൂർ നഗരസഭ നടത്തിയത്. ഒരു 50 മീറ്ററോളം മാറിയിട്ട് കോട്ടപ്പുറം മാർക്കറ്റിൽ 100 കണക്കിന് ആൾക്കാർ ഈ മുസരീസ് ആംഫി തിയേറ്ററിലേക്ക് ഈ വഴിയിലൂടെയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഈ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടെയാണ് ഈ കാണുന്ന ഭക്ഷ്യ വേസ്റ്റുകളും ഉണക്കം വേസ്റ്റുകളും ഈ കാണുന്ന പ്ലാസ്റ്റിക്കുകളും ഇതേ വേസ്റ്റ് കത്തിക്കുന്നതാണ് ഈ കാണുന്നത്. ഇത്രമാത്രം വൃത്തിഹീനമായ ഒരു സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഇന്ന് സമ്പൂർണ്ണ ശുചിത്വ വാർഡ് നഗരസഭയായിട്ട് പ്രഖ്യാപിച്ചത്. ഈ കിടക്കുന്ന സ്ഥലം കൊടുങ്ങല്ലൂർ നഗരസഭയുടെ 24-ാം വാർഡാണ്. 24-ാം വാർഡിന് ഒരു പ്രത്യേകതയുണ്ട്. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൻ്റെ വാർഡ് കൂടിയാണിത്. ഒരു നഗരത്തിലെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൻ്റെ ഉത്തരവാദിത്തമാണ് കൊടുങ്ങല്ലൂർ നഗരം മുഴുവൻ ശുചീകരിക്കുന്നതിന് നേതൃത്വം കൊടുക്കേണ്ടത്. ആ ചെയർപേഴ്സൻ്റെ വാർഡായ 24-ാം വാർഡ് ഈ ആംഫി തിയേറ്ററിൽ ചടങ്ങ് നടക്കുമ്പോൾ തൊട്ടടുത്താണ് ഈ കാണുന്ന ഇത്രയും വൃത്തിഹീനമായി മൂക്ക് പത്താതെ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതാണ്, സഹിക്കാൻ പറ്റാത്ത ഗന്ധത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത്രമാത്രം വൃത്തിഹീനമായ ഈ അന്തരീക്ഷത്തിൽ ഇത് തന്നെയാണ് പല ഭാഗത്ത് തൊട്ടപ്പുറത്തേക്ക് ക്യാമറ ഏൽപ്പിച്ചാൽ കാണാം. ഈ ഭാഗത്ത് മുഴുവനും ഇതുപോലെ വൃത്തിഹീനമായി കിടക്കുകയാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു, കൗൺസിലർ VM ജോണി, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ദിൽഷൻ കൊട്ടേക്കാട്ട്, ട്രഷറർ P ദിലീപ് എന്നിവർ സ്ഥലത്തെത്തി പ്രതിഷേധം രേഖപ്പെടുത്തി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. മാലിന്യമുക്ത പദവി കൈവരിച്ച ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യമുക്ത പ്രഖ്യാപനം അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. E.T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. പുത്തഞ്ചിറ ഫൊറോന കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി സംഗമവും പൊതുസമ്മേളനവും നടന്നു. കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി ഇരിങ്ങാലക്കുട രൂപത ഡയറക്ടർ ഡോക്ടർ ജോജി പാലമറ്റത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ
ഫാദർ ബിനോയ് പോഴോലിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട രൂപതാ വികാരി ഫാദർ ജോളി വടക്കൻ മുഖ്യാതിഥിയായിരുന്നു. ജോർജ് മഞ്ഞളി, ജോബി മാളിയക്കൽ, ഫാദർ ജോർജ് മംഗലൻ, ഫാദർ പോൾ അമ്പുക്കൻ, ഫാദർ ജോൺ കവലക്കാട്ട്, ജോബി ജോൺ ചിറയത്ത്, സൂസൻ പൗലോസ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വ്രതവിശുദ്ധിയുടെ നിറവിൽ ഇന്ന് ചെറിയ പെരുന്നാൾ. ആത്മീയതയുടെയും വിശുദ്ധിയുടെയും നോമ്പുകാലത്തിന് പരിസമാപ്തി കുറിച്ച് നവീകരിക്കപ്പെട്ട മനസ്സും ശരീരവുമായി വിശ്വാസികൾ പെരുന്നാളിനെ വരവേറ്റു. ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. മയക്കുമരുന്നിനെതിരെ പെരുന്നാൾ ദിനത്തിൽ മനുഷ്യച്ചങ്ങല തീർത്ത കൂട്ടായ്മ. കാക്കാതിരുത്തി, ചളിങ്കാട്, ചന്ദ്രാപിന്നി, ചിറക്കൽ പള്ളി എന്നിവിടങ്ങളിലാണ് ഈദ് നമസ്കാരത്തിന് ശേഷം മനുഷ്യച്ചങ്ങല തീർത്തത്. മാലിന്യ വിമുക്ത നഗരസഭാ പ്രഖ്യാപനം നടക്കുമ്പോൾ സമീപത്ത് മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നു. കൊടുങ്ങല്ലൂരിൽ കോട്ടപ്പുറം മാർക്കറ്റ് റോഡിലാണ് മാലിന്യ കൂമ്പാരം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.